കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു പൊളിറ്റിക്കൽ എക്സ്പെരിമെൻ്റ് തുടങ്ങിയിട്ടുണ്ട്. ഏതാ? ഈഴവ നായർ ഐക്യം. അത് നമ്പൂതിരിമാൽ നായരുടെ ഐക്യത്തിൻ്റെ ആദ്യ ഘട്ടമാണെന്ന് പറയുന്നു. മോദി ടാർഗറ്റ് ചെയ്തത് കൃത്യമായി അതിനെയാണ്. അതുകൊണ്ട് തന്നെ അതിനോട് കണക്ട് ചെയ്ത് ശബരിമല കൊള്ളയെക്കുറിച്ചും ശബരിമലയിലെ കൊള്ളയെ ഞങ്ങൾ വന്നാൽ ശരിയാക്കി കളയും, ഞങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്ലാനിലേക്ക് പോവുകയാണ്. അതിന് മോദി ഉപയോഗിച്ച സർക്കാരുകളെയും രണ്ട് മുന്നണികളെയും UDFനെയും LDFനെയും ഒരുപോലെ ഭള്ളു പറഞ്ഞെങ്കിലും അദ്ദേഹം വർഗീയ ചൊവ്വയോട് കൂടി എറിഞ്ഞ ചൂണ്ട മുസ്ലിം ലീഗിനും കോൺഗ്രസിനും എതിരെയാണ്. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് എന്ന് വിളിച്ചു. ഇതും അദ്ദേഹം ആദ്യം വിളിച്ചതല്ല. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പറഞ്ഞു, അതിന് തൊട്ട ദിവസം സൂറത്തിൽ പറഞ്ഞു, അത് കഴിഞ്ഞ് പാർലമെൻറ്റിൽ പറഞ്ഞു. ഇത് 4ാമത്തേതാണ്. പക്ഷേ ഈ മറ്റ് സ്ഥലങ്ങളിൽ പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ എവിടെ മാവോയിസ്റ്റ് നമുക്കറിയില്ല. അപ്പോൾ മുസ്ലിം ലീഗ് മാത്രമായിരിക്കും. പിന്നെ ഒരു ഫ്ലോയ്ക്ക് അദ്ദേഹം പറഞ്ഞു കാര്യമുണ്ട്. മാവോയിസ്റ്റുകൾക്കുള്ള ഫണ്ട്, മാവോയിസ്റ്റുകളെ പിടിക്കാനുള്ള ഫണ്ട് ഇപ്പോൾ കേരളത്തിൽ കൊടുക്കുന്നില്ല, ഇവിടെ ഇല്ലെന്നാ പറയുന്നത്. ഇല്ലല്ലോ MMC. എന്നിട്ട് നേരെ തമിഴ്നാട്ടിൽ പോയിട്ട് അദ്ദേഹം വേറൊരു പരിപാടി പറഞ്ഞു. CMC പോലെ തമിഴ്നാട്ടിൽ CMC ആണ് പറഞ്ഞത്, കറപ്ഷൻ, മാഫിയ, ക്രൈം. ഇതൊക്കെ അതിൻ്റെ വാചാടോപങ്ങളാണ്. പക്ഷേ ഇതിനകത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും BJPയുടെയും ടാർഗറ്റ് കഴിഞ്ഞ ആഴ്ച പുതുതായി ഉണ്ടായ ഈഴവ നായർ ഐക്യമാണ്. അതിലേക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിലെ ചരിത്രപുരുഷന്മാരെ എടുത്തു പറയുകയും മുസ്ലിം ലീഗിനെ പേരെടുത്ത് പറയുകയും ചെയ്തു. അതെന്തോ വലിയ കുഴപ്പമാണെന്ന് പറയുകയും ചെയ്തു. വർഗീയത തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത്, വേറെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല.